ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ഗിന്നുവാണേ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഒരു കുട്ടിമണിയുടെ ഡാൻസിൻ്റെ അരങ്ങേറ്റാണ്. അപ്പോൾ എന്നാൽ പിന്നെ കുഞ്ഞിന് നമുക്കൊരു ഗിഫ്റ്റ് കൊടുത്താലോ എന്ന് കരുതിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഒരു ജൂട്ടിൻ്റെ ബാഗ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ ചിലങ്കയൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ഒരു ബാഗ്. ചിലങ്ക മാത്രമല്ല, ഈ സാധാരണ ചിലങ്ക ബാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പിൻട്രസ്റ്റിലൊക്കെ ഒരുപാട് ബാഗ്സ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഒരു വലുതായിട്ടുള്ളൊരു ബാഗ്, അതായത് എന്തെങ്കിലും കൂടെ ഐറ്റംസ് അതിനകത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിക്കാണ് ഈ ബാഗ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ നല്ല നീളത്തിൽ ആവശ്യത്തിന് വീതിക്ക് ഒരു ജൂട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് സൈഡും ജസ്റ്റ് എൻ്റെ കയ്യിലുള്ളൊരു തുണി അതങ്ങനെ ജസ്റ്റ് മടക്കി തയ്ക്കുന്നതേ ഉള്ളൂ. ഒരുപാട് അറകളൊന്നുമില്ല, ഒരൊറ്റ അറ മാത്രമാണ് ഈ ബാഗിനുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ വള്ളി പിടിപ്പിക്കാനും വളരെ സിമ്പിളാണ്. ഏകദേശം ഒരു വീതിക്ക് ഒരു 2 ഇഞ്ച് വീതിക്ക് ജൂട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും നമ്മളിപ്പോൾ നേരത്തെ ബാഗിൽ വെച്ചിട്ട് അതേ തുണി തന്നെ കൊണ്ട് നമ്മൾ ബോർഡർ സെറ്റ് ചെയ്തിട്ട് ബാഗിൻ്റെ സൈഡിലായിട്ട് ഇത് രണ്ടും അങ്ങ് അറ്റാച്ച് ചെയ്ത് നമ്മൾ മെഷീൻ കൊണ്ടാണ് കേട്ടോ തയ്ച്ച് വെച്ചത്. ഇനി അതിൽ മെയിൻ പെയിൻറ്റിങ്, ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതായത് നമ്മൾ ഒരു ഡാൻസിൻ്റെ അരങ്ങേറ്റത്തിനാണല്ലോ ഗിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പിക്ചർ തന്നെ വരച്ചു കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അതാ നമ്മുടെ ചിലങ്ക കിട്ടിയ കാലുകളാണ്. അപ്പോൾ റെഫറൻസ് പിക്ക് ഞാൻ എടുത്തത് പിൻട്രസ്റ്റിൽ നിന്ന് തന്നെയാണ്. അത് ആദ്യം ഒരു പേപ്പറിലേക്ക് ഞാനൊന്ന് വരച്ച് നോക്കി, എന്നിട്ടാണ് ഈ ജൂട്ടിലേക്ക് അത് ട്രേസ് ചെയ്തെടുത്തത്. ജസ്റ്റ് അതൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഈ ജൂട്ടിൽ പെയിൻറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് സംഭവം. ഇതിൻ്റെ ആ ഒരു പാദസരത്തിൻ്റെ ഭാഗത്ത് ഞാൻ കുറച്ച് ഫെവിക്കോൾ കൊണ്ടിട്ട് കുറച്ചൊരു എംപോസിങ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കാരണം അതൊരു എഫക്റ്റ്, അതൊരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഈ ചിലങ്കയുടെ ഇതിൽ ഞാൻ കുറച്ച് ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്, പ്ലാസ്റ്റിക് 1 സൈഡ് ബീഡ്സ്. അപ്പോൾ അത് ആ ഒരു ചിലങ്കയുടെ ഒറിജിനൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്, നിങ്ങൾക്ക് ആർക്കും ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ജൂട്ട് കൊണ്ട് മാത്രമല്ല, നമുക്ക് തുണി കൊണ്ടും ചെയ്യാം. കുറച്ച് കട്ടിയുള്ള ടൈപ്പ് തുണി മേടിച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള, കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റിയ സിമ്പിൾ ബാഗാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ.